വാടക വീട് എന്ന് പറയുന്ന ഏത് വീടാണെന്നാ ഞാൻ ചോദിച്ചത്. അതേ തൂത്തവരെ അവരവരുടെ മാതാപിതാക്കൾ അവരവർ നോക്കട്ടെ. വിവാനെ അറിയോ? വിവാനെ അതാ ഇനി ഏപ്പി പള്ളി പോരാ, ഞായറാഴ്ചയല്ലേ പള്ളി പോണം. ഇങ്ങോട്ട് കേൾക്കാൻ പറ ചെല്ല്. ആ ഒന്നും കഴിയല്ല. സൂത്രക്കാരി അറിയാവുന്നതല്ല. ഇല്ലില്ല, ഇവരെയൊക്കെ വിളിച്ചും തോണ്ടിക്കൊണ്ടിരിക്കണം, പറഞ്ഞോണ്ടിരിക്കണം, എപ്പോഴും അലച്ചോണ്ടിരിക്കണം. വേണ്ട വേണ്ട, എല്ലാം ഇന്ന് പറഞ്ഞ് ചെയ്യാൻ പറഞ്ഞപ്പോ ഒട്ടും ആർക്കും ചെയ്യാനും പറ്റത്തില്ല. എന്നപ്പോ ഇങ്ങോട്ട് ഉപദേശം വേണ്ട വന്നിരിക്കുന്നു. അടുത്തത് ആ ഇനി ഒന്നും പറയാം, ചിരിച്ചു കാണിക്കുക. ഇതാ കുഴപ്പമായി പോയത്. അടി കൊടുക്കേണ്ട സമയത്ത് അടി കൊടുക്കട്ടെ. ഇപ്പൊ ചിരിച്ചു കാണിച്ചു കഴിഞ്ഞാൽ പിള്ളേർ വഷളായി പോയല്ലേ. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് ഉത്തരവാദിത്വം ആരും ഇത്രാത്തിന്റെ പുറത്ത് ആരായാലും ആരൊന്നും ചെയ്യത്തൊന്നുമില്ല. നോക്കിയിരുന്നാച്ചാ മതി. നടന്നു തിന്നു അങ്ങനെ വല്ലതും ചെയ്യുമായിരിക്കും. തന്നെത്താനെ ജീവിച്ച് തന്നെത്താനെ നടന്നു തിന്ന് അങ്ങനെയൊക്കെ അവനവന്റെ ജീവിതം അങ്ങ് കഴിച്ചു പണിയെടുത്തു. അങ്ങനെയൊക്കെ ചെയ്തിട്ടാ പിന്നെ കുഴപ്പമില്ലല്ലോ. അവനവന്റെ ജീവിതമായി പണിയുണ്ടല്ലോ. കുടുംബജീവിതം ഒന്നും ഉണ്ടായില്ല. അതന്നെ നടക്കാം. അതുപോലെ പിന്നെ ഒന്നോർത്ത് അതാ നല്ലത്. അന്തോ ബന്ധം ഉണ്ടാവും അങ്ങനെ നടക്കുവാണെങ്കിൽ. ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ കുടുംബജീവിതമായിട്ട് നടന്നു കഴിഞ്ഞാൽ അന്തോ ബന്ധം ഇല്ലാതായിപ്പോ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? കുടുംബജീവിതത്തിലോട്ട് പോയാൽ അന്തോ ബന്ധം ഇല്ലാതായിപ്പോ ഇല്ലേ? ഇല്ലെന്നേ. അതല്ലേ ഇവിടെ വന്ന് കുടിയേക്കുവാ. ചോദിച്ചു നോക്കിയ കുടുംബജീവിതം ഉണ്ടോന്ന്. എന്നോട് ചോദിക്കാമെങ്കിൽ പിന്നെ നേരെ അങ്ങോട്ട് ചോദിക്കുന്നതിന് എന്നാ കുഴപ്പം? എന്നോടെല്ലാം ചോദിക്കാം. കണ്ടോണ്ട് അപ്പൊ അതിനോടൊന്നും ചോദിക്കാൻ അതിന്റെ അടുത്ത് ചീത്തയാന്ന് പറയിപ്പിക്കാനൊന്നും പറ്റില്ല. എന്റെ അടുത്ത് എന്ത് വേണേലും പറയാമല്ലോ. അവിടെ ഞാൻ എലിക്കുട്ടിയമ്മയുടെ അടുത്ത് എന്ത് വേണേലും പറയുന്നു അങ്ങോട്ട്. എനിക്കറിയാം എലിക്കുട്ടിയമ്മേനെ. പിന്നെ പിന്നെ എവിടെയാ നിൽക്കുന്നത്? ഇവിടെ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയാ പോക്കട ഉള്ളത്? എങ്ങോട്ടാ പോണത്? ഏത് കൊച്ചുങ്ങള്? ആ കൊച്ചു ഇതിന്റെ കൊച്ചാ. ഇതിന്റെ കൊച്ചാ. അതിന്റെ അപ്പനാ നിക്കുന്നത്. അമ്മയുണ്ടോ? പിന്നെ ജീവിക്കാനുള്ളതെല്ലാം ഉണ്ട്. അപ്പനും അമ്മയും പണ്ട് ജീവിക്കുവോ? പിന്നെ അവിടെ പണിയെടുത്ത് കാശുണ്ടാക്കി നോക്കൂ. ആഹാ, അങ്ങനെയാണോ? അവർ മരിക്കുന്നവരെ മക്കളെ നോക്കിക്കൊണ്ടിരുന്നാ മതിയോ? മതി. അല്ലേ അതിനെ കല്യാണം കഴിക്കാറായില്ലേ? ഏതിനെയാ? അപ്പൊ ചെക്കനെ. എനിക്കൊന്നും ആയില്ല. കൊച്ചാ, പഠിച്ചോണ്ടിരിക്കുക. അപ്പൊ കല്യാണം കഴിക്കുന്നത് വരെ കൊടുത്തോണ്ടിരിക്കണം എന്നാണോ പറഞ്ഞ അപ്പനും അമ്മയും? അല്ല ഒരു കുടുംബമായിട്ട് ആകുന്നവരേക്കും നോക്കണ്ടേ? അങ്ങനെ വേണം. അത് ആരെ കൊണ്ട് പറ്റും? ഉത്തരവാദിത്വം ആരെ കൊണ്ട് പറ്റൂത്? ഞങ്ങൾക്ക് വേല. അതിപ്പോ വലിയ പാടാ. ഉപദേശമൊക്കെ നല്ലതാ. എന്നാ അങ്ങോട്ട് അടയ്ക്കാൻ നോക്കാം. അതിനോട് ഉപദേശിച്ച് പറഞ്ഞു വിടാൻ പറഞ്ഞതല്ലേ ഞാൻ. രാവിലെ എണീറ്റ പശുവിന് തീറ്റയും ഒക്കെ കൊടുക്കാൻ പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞതല്ലേ, അവിടെയൊക്കെ നന്നാക്കാനൊക്കെ പറഞ്ഞ്. എന്നോട് അമ്മയുടെ മകനല്ലേ, എലിക്കുട്ടി അമ്മയുടെ മകൻ. ചെയ്തോ? പറഞ്ഞോ അതിന്? പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ ചെയ്യും? എലിക്കുട്ടിയമ്മ വേണ്ട ഇതൊക്കെ പറയാൻ. ഞാൻ പറഞ്ഞിട്ടില്ല. അതാ കുഴപ്പം. അങ്ങനെ പറഞ്ഞു പറഞ്ഞാ ഇതിങ്ങനെ വഷളായി പോയത്. നമുക്ക് ബന്ധമുണ്ടോ? ബന്ധമില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. അതുകൊണ്ട് അത് വഷളായി പോയി. എനിക്ക് ഗവൺമെന്റ് ജോലിയും കിട്ടിയില്ല. അത്രയല്ലേ കുഴപ്പമായി പോയത്. എന്നിട്ട് ഗവൺമെന്റ് ജോലി ഇല്ലെന്ന് പറഞ്ഞാൽ അതിനെ പുറന്തള്ളിയിട്ട് വല്ല കാര്യമുണ്ടോ? സമ്മതിക്കും. അങ്ങനെ സമ്മതിക്കും. ഇപ്പൊ എന്നാ പരിപാടി? ഞാൻ എങ്ങോട്ടും പോക്കില്ല. അമ്മ ഇങ്ങോട്ടും പോകണില്ല, ഞാനും ഇങ്ങോട്ടും പോക്കില്ല. നമുക്ക് രണ്ടോർക്കണമല്ലോ വിദേശത്തോട്ട് പോയേക്കാം. പോകാം. ഇന്നലെ പോകണ്ടെന്ന് പറഞ്ഞ് ഇന്ന് പോകാൻ സമ്മതിച്ചിട്ടുണ്ട്. ഞാനേ ആ കൊച്ചിനെ പള്ളിയിൽ വിടാനുള്ള പരിപാടി നോക്കട്ടെ കേട്ടോ. നിങ്ങൾ അമ്മമാരോട് വർത്താനം പറ. രണ്ടുപേരും വർത്താനം കേട്ടോണ്ട് വന്നതല്ലേ? തേങ്ങ രണ്ടോണോ? രാവിലെ വല്ലതും കാലാക്കണ്ട, അതിനായിരിക്കും. രാവിലെ വല്ലതും ഉണ്ടാക്കണ്ടേ? കാപ്പിക്കൊക്കെ വല്ലതും ഉണ്ടാക്കണ്ട, അതിനായിരിക്കും. കാപ്പി കുടിക്കാനായിട്ട് വല്ലതും ഉണ്ടാക്കണ്ട, അതിന് തേങ്ങ രണ്ടുമായിരിക്കും. ആയിരിക്കും. പലഹാരം ഉണ്ടാക്കാനായിരിക്കും. അല്ല ഇപ്പം എന്തിനാ? എവിടെ?
ഇവിടെയല്ലേ അമ്മയല്ലേ നിൽക്കുന്നേ. ഏ അമ്മയപ്പനാരും ഇല്ല. ഇല്ലേ? പിന്നെ രാവിലെ ഏലിക്കുട്ടിയമ്മ നല്ല ഹാപ്പി മൂഡിലാണ് ഏറ്റ് വന്നത്. ഏറ്റ് വന്നു കഴിഞ്ഞുള്ള സംഭാഷണങ്ങളാണ്, കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത്. മുഴുവൻ എടുത്തില്ല. ഇതിലും കുറച്ച് രസകരമായ ഭാഗങ്ങളുണ്ടായിരുന്നു, എടുക്കാൻ പറ്റിയില്ല. ഇതാണോ വീട്? പിന്നെ ഇതാ വീട്. ആണോ? ആ, എലിക്കുട്ടിയമ്മയുടെ വീട് ഇതാണോ? എലിക്കുട്ടിയമ്മയുടെ വീട് ഇതാണോ? എൻ്റെ ആ, എൻ്റെ വീട് ഇങ്ങനെ ഇവിടെയാണ്. പിന്നെ ഏതാ? ഇവിടെ ഒന്നുമില്ല. പിന്നെ ആരുടെ വീടാ ഇത്? ഇത് പിന്നെ ആരുടെ വീടാ ഏതാ ഇത്? ആ അറിയത്തില്ലേ? ഇതൊന്നും അറിയാതെയാണ് അവിടെ നിൽക്കണേ. ഇതാരും നിങ്ങൾക്കല്ല അറിയത്തോളൂ. അമ്മയ്ക്ക് അറിയത്തില്ലേ? ഇവിടെ താമസിക്കുന്ന ആരാണ്? ഇവിടെ താമസിക്കുന്ന ഏലിക്കുട്ടി എന്ന് പേരുള്ള ഒരു അമ്മയാ. ഏലിക്കുട്ടി എന്ന് പേരുള്ള ഒരു അമ്മയാ അവിടെ താമസിക്കുന്നത്. താമസിക്കണം? ആ, ആരാ താമസിക്കണം? ഏലിക്കുട്ടി എന്ന് പേരുള്ള ഒരാളാ. ഞാനോ? ഏലിക്കുട്ടി. ഞാനോ? ആ, ഞാൻ തന്നെയാ. തന്നെയൊന്നുമില്ല. മക്കളും കൊച്ചുമക്കളൊക്കെ ഉണ്ട്. ആരാ കൂട്ടുള്ളേ? മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ട്. മകനും മരുമകളും പിള്ളേരും. മക്കളൊക്കെ ഉണ്ടോ? പിന്നെ കാരണവന്മാരും അമ്മയും കൂടെയാണ് താമസിക്കുന്നത്. ആ, കാരണവന്മാരില്ല, മക്കളും അമ്മയും കൂടെ. കാരണവന്മാരൊന്നുമില്ല. ആ, പണിയെടുത്തൊക്കെ ഉണ്ടാക്കി പെറുക്കി കൊടുക്കുമോ? ആര്? അമ്മയ്ക്ക്. പിന്നെ മക്കള് പിന്നെ ഉണ്ടാക്കി പെറുക്കാതെ പറ്റുമോ? ആ, അമ്മയ്ക്ക് പ്രായമൊക്കെ ആയില്ലേ? ഇപ്പം എത്ര മക്കളുണ്ട് അമ്മയ്ക്കാ? അമ്മയ്ക്ക് 4 മക്കള്. പെണ്ണോ ആണോ? പെണ്ണും ആണും ആയിട്ടാ. ആയിട്ട് വേണം. പിന്നെ എന്നാ ആ, മക്കളെ അമ്മേനെ രക്ഷിക്കാൻ ആളുണ്ടല്ലോ. ആ, അമ്മേനെ രക്ഷിക്കാൻ ആളുണ്ട്. പെൺമക്കളൊന്നും വേറെ ഇല്ലേ? മക്കൾ ഒരാളുണ്ട്. ഉണ്ടോ? ആ, പിന്നെ അമ്മയുടെ ഓർമ്മ മാറ സൈഡിലോട്ട് പോയിരിക്കുകയാണ്. ഇന്ന് വീടിതല്ല, മക്കൾ അത്രയുണ്ട്. പണ്ട് ചോദിക്കുന്നൊരു ചോദ്യമൊക്കെ ആയിരുന്നു. വണ്ടി നിറച്ച സാധനമായിട്ട്. ആ, വണ്ടി തെറിച്ച് പിന്നെ സാധനമായിട്ട് പോകണ്ടേ, അല്ല മുതലാവുമോ? ഇച്ചിരി സാധനമായിട്ട് പോയാൽ വണ്ടി ഓടുന്നതിന് വണ്ടിക്കൂലി കൊടുക്കട്ടെ. ഭയങ്കര വണ്ടിക്കൂലിയാണ് ഇപ്പം. അതൊക്കെ എന്നതാ കൊണ്ടുപോകണേ? അതൊക്കെ ഓരോ സാധനങ്ങളല്ലേ. ഇപ്പം എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടുപോയാലാ. ഇപ്പം ഞാറുകുളത്തേലെ ഏലിക്കുട്ടിയും മകനുമാണ് ഇവിടെ താമസിക്കുന്നത്. അറിയോ? ഞാറുകുളത്തേലെ ഏലിക്കുട്ടിയും മകനുമാണ് ഇവിടെ താമസിക്കുന്നത്. ഏലിക്കുട്ടിയില്ലേ? ഏലിക്കുട്ടിയും മകനും ഇളയ മകനും ഒക്കെയാണ് ഇവിടെ താമസിക്കുന്നത്. ആ, ഇവിടെ താമസിക്കുന്നത്. ആ ആ, എലിക്കുട്ടിയാ എന്നും താമസിക്കുന്നത്. എന്നും താമസിക്കുന്ന എലിക്കുട്ടിയാന്നേ. നേരത്തെ ആ ഇവിടെയാണോ? ആ ആണോ? ആ, അതിനങ്ങനെ അത് എലിക്കുട്ടിയുടെ വീടല്ലേ? ഏലിക്കുട്ടിയുടെ വീടല്ലേ? എൻ്റെ വീടാണ്. ആ, അതുകൊണ്ടല്ലേ ഇവിടെ താമസിക്കുന്നേ. ആ, ഞാറുകുളത്തിരക്കട്ടെ അല്ലേ? ഞാൻ തന്നെയുള്ളോ? ആ, എലിക്കുട്ടിയും മക്കളും താമസിക്കാൻ. എലിക്കുട്ടിയുണ്ട്, മകനുണ്ട്. എലിക്കുട്ടിയും മകനും കുടുംബവും. മകളെ കെട്ടിച്ച് നിർത്തിയിട്ടുണ്ടോ? മകളെ അല്ല, മകൻ. മകളെ കെട്ടിച്ച് നിർത്താനൊന്നുമില്ല. മകളെ കെട്ടിച്ച് വിടുവല്ലേ ചെയ്തേ? വിടുവല്ലേ ചെയ്തേ? ആ, മകളെ കെട്ടിച്ച് വിട്ടു. ആ, ഇളയ മകനും കുടുംബമാണ് എലിക്കുട്ടിയുടെ കൂടെ നിൽക്കുന്നത്. പിന്നെ ഇവിടെയാണ് അവള്. അവളൊന്നും ഇവിടെയൊന്നുമില്ല. അവൾ ഇവിടെയൊന്നുമില്ല. അവൾ അവളുടെ വീട്ടിലാ. ആ, അടുത്താണോ? ഇവിടെ അടുത്തൊന്നുമില്ല. 10 കിലോമീറ്റർ അകലമുണ്ട്. 10-12 കിലോമീറ്റർ ഉണ്ട്. അമ്മേനെയൊക്കെ അന്വേഷിക്കാൻ വരുമോ? ആ, ഇടയ്ക്കൊക്കെ വരും. പിള്ളേരൊക്കെ ഇല്ലേ? ആ, പിള്ളേരൊക്കെ ഉണ്ട്. പിള്ളേരൊക്കെ പുറത്താ, വിദേശത്താ. ആണോ? ആ, അവിടെ എന്നാ ജോലിയാണോ? ആ, അവിടെ ജോലിയും പഠിത്തമൊക്കെയാ. അതുങ്ങളുടെ അപ്പനും അമ്മയൊക്കെ അവിടെയാണോ? അതുകൊണ്ട് അപ്പനും അമ്മയിലെ അമ്മയുടെ മകള് വിദേശത്താണോ? ഇല്ല, അവരിടയ്ക്ക് പോവും. അമ്മയുടെ മകളുടെ പേരനാ? എലിക്കുട്ടിയുടെ മകളുടെ പേരനാ? എലിക്കുട്ടിയുടെ മകളുടെ പേരനാ? എലിക്കുട്ടിയുടെ മകളുടെ പേരനാ? എലിക്കുട്ടിയുടെ മകളുടെ പേരനാ? മകളുടെയോ? ആ, അതൊക്കെ മറന്നുപോയി. മറന്നുപോയോ? അങ്ങനെ ഓർത്ത് നോക്കിക്കേ. മകന്റെ പേരനാ? മകന്റെ പേരനാ? മകന്റെ മൂത്ത മകന്റെ പോലെ പറ, അപ്പം ഓർമ്മ വരും. മൂത്ത മകന്റെ പേരാണ്. അവന്റെ പേര് ജോസഫ് എന്നല്ല. ആണോ? വീട്ടിൽ വിളിക്കുന്ന പേരനാ? ജോമോന് അല്ല, ടോമി. എല്ലാം പറയും. പിന്നെ എന്നാ അടുത്തതിന്റെ പേരെന്നാ? അടുത്തത് പെണ്ണല്ലേ? അതിന്റെ പേര് പറ. അത് മറന്നുപോയി. അതെങ്ങനെയാ?
ഒന്നും ഓർമ്മയില്ല. ആ എൽസി എന്നാണോ? ഏ? എൽസി എന്നാണോ? എന്നാ? എൽസി എന്നാണോ? എന്നതാണോ? അല്ല വിവീന എന്നാണോ? വിനായ. ഉം. ഞാൻ പറഞ്ഞപ്പോൾ ആ ഒരു വിവീനായ ഉണ്ട്, എല്ലാവർക്കും പിടിച്ചങ്ങ് ഇട്ടേക്കുക. വിവീനാനാണ് ഇപ്പം ഞാൻ ഞങ്ങളുടെ വീടൊക്കെ അറിയാലേ. ഞാൻ അറിയും. അറിയാം. ഞാറുകുള ഉദരക്കട്ടയല്ലേ? ആ വീട്ടിലെയാ. ശരി. ആ ഏലിക്കുട്ടി എന്ന് പറഞ്ഞ അമ്മയുടെ മരുമകളാ. ആരെ? ഏലിക്കുട്ടി അമ്മയുടെ ഉം. മരുമകളാ ആരാ? ഞാൻ. ആണോ? ആ അത് ശരി. ആ നോർമ പറ്റ മാറി പോയിക്കുവാണല്ലോ. നമുക്ക് വല്ലതും കഴിക്കാം. അങ്ങനെയൊക്കെ. ആ അതാരാ? അതാരാ? ആ എലിക്കുട്ടി അമ്മയ്ക്ക് അറിയത്തില്ലേ? നേരത്തെ അറിയാമായിരുന്നു, ഇപ്പം അറിയത്തില്ല. ഓർമ്മ പോയതൊക്കെ ആയുള്ള ഒരു ഇത് അമ്മയ്ക്കുണ്ട്. ഓർമ്മ കിട്ടുന്നില്ല എന്നിട്ട് എന്നൊക്കെ ഇങ്ങനെ ഉള്ളത്. ആയിക്കൊണ്ട് എങ്ങനെയാ ജീവിക്കണേ? എങ്ങനെ എങ്ങനെ ആയിക്കൊണ്ട് എങ്ങനെ? കുടുംബമായിട്ട് ജീവിക്കാതെ. കുടുംബമായിട്ടാ ജീവിക്കുന്നത്. ആണോ? ആ ആരൊക്കെയുണ്ട്? അമ്മയുണ്ട്, കെട്ടിയവനുണ്ട്, മക്കളും ഉണ്ട്. ആ പിന്നെ പിന്നെ ആ അതാ പറഞ്ഞ കുടുംബമായിട്ടാ ജീവിക്കുന്നതെന്ന്. ആ അത് മതിയല്ലോ. ആ വേണ്ടവരെല്ലാം ഉണ്ടല്ലോ. ആ പല്ല് തേക്കാ. വിശക്കുന്നുണ്ടോ? വിശക്കുന്നൊന്നുമില്ല. ഉണ്ട് ഉണ്ട്. എന്നാ പല്ല് തേച്ച് കഴിഞ്ഞാൽ വന്ന് കഴിച്ചേക്കാം. കഴിക്കാനൊന്നും തോന്നുന്നില്ല. അത് എടുക്കുമ്പം തോന്നും. നോക്കിയോളൂ. പല്ല് തേക്കും. ഭക്ഷണം വേണ്ട. എലിക്കുട്ടമ്മ ഇന്ന് ഇച്ചിരി ഓർമ്മയിലെ കൺജക്ഷൻ ഒത്തിരി ഉണ്ട്. ചില ദിവസങ്ങളിൽ കണ്ടമാനം ഉണ്ടാകുന്നുണ്ട്, ചില ദിവസങ്ങളിൽ അത്ര ഇല്ല. ഇപ്പോൾ രാവിലെ ഹാപ്പി മൂഡൊക്കെ ആയിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. അതൊന്നൊരു പല്ലൊക്കെ എലിക്കുട്ടി തേക്കുന്നുണ്ട്. രാവിലെ ഏറ്റവും വന്ന സന്തോഷ മൂഡിലാണ്. നന്നായിട്ട് കിടന്ന് ഉറങ്ങി. താമസമില്ലേ ഇവിടെയോ? ഇവിടുത്തെ കാർന്നോത്തിയാണ് ഇരിക്കുന്നത്. ഇവിടെ എലിക്കുട്ടി എന്ന് പറഞ്ഞ കാർന്നോത്തിയുള്ള ആരുമില്ലേ? ഏലിക്കുട്ടിയാ ഉള്ളേ. ഞാനാ താമസിക്കാതെ? ആ ഞാൻ തന്നെയാ. തന്നെയാണോ താമസിക്കുന്നത്? ഇത്ര ആൾക്കാർ കൂടെ ഇല്ലേ? തന്നെ പറ്റുമോ? ഞാനുണ്ട്. ഞാൻ എലിക്കുട്ടി കൂടെ താമസിക്കുന്നല്ലേ. ഇവിടെയാണോ? ആ ഞാൻ ആരാ? കുടുംബമായിട്ടാണോ? ആ ഞാൻ ആരാ? ആ ഏ എനിക്കറിയത്തില്ല. ഇല്ലേ? ആ ഞാൻ എലിക്കുട്ടിയുടെ ഇളയ മകനാ. ജോമോനില്ലേ? ജോമോൻ. എലിക്കുട്ടിയമ്മയുടെ ഇളയ മകനില്ലേ? ജോമോൻ. ഓർക്കുന്നുണ്ടോ? എന്നാ? എലിക്കുട്ടിയമ്മയുടെ ഇളയ മകന്റെ പേരെന്നാ? മകന്റെ പേരെന്നാ? അതൊക്കെ മറന്നുപോയി. ജോമോൻ. ആരാ? ജോമോൻ. ജോമോനോ? ആ അതെ. ആ അതാ ജോമോനാ ഞാൻ. ആ ഇളയ മകൻ ജോമോനാന്നേ ഞാൻ. നീയോ? ആ നീ അവനങ്ങനെ ആയോ? നീ എങ്ങനെ അവനായോ? ഞാൻ എലിക്കുട്ടിയമ്മയുടെ മകനായിട്ട്. അമ്മയുടെ മകനായിട്ടല്ലേ അങ്ങനെ ആയേ? ആ അതുകൊണ്ടല്ലേ അമ്മയുടെ കൂടെ താമസിക്കുന്നേ. അമ്മേനെ നിന്റെ കൂടെയാണ് അവൻ താമസിക്കുന്നത്. അമ്മ താമസിക്കുന്നത്. ഞാനോ? ആ എലിക്കുട്ടമ്മയുടെ ഇളയ മകനാ ഞാൻ. എലിക്കുട്ടമ്മയ്ക്ക് എൻ്റെ ഷീപ്പൊക്കെ മാറിപ്പോയോണ്ടും പിന്നെ എലിക്കുട്ടമ്മയുടെ മനസ്സിലുള്ള എൻ്റെ രൂപം ചിലപ്പോൾ പഴയ ചെറുപ്പത്തിലേ ആയിരിക്കും. അതുകൊണ്ടാണ് എലിക്കുട്ടമ്മയ്ക്ക് മനസ്സിലാകാത്തത്. കേട്ടോ? എലിക്കുട്ടമ്മയുടെ ജോമോന് ഒത്തിരി തലമുടിയൊക്കെ ഉണ്ടായിരുന്നോ? ജോമോന് എലിക്കുട്ടമ്മയെ പോലെ തലമുടിയൊക്കെ ഉണ്ടായിരുന്നു. ആരാ? ഞങ്ങൾ 4 പേര്. 4 പേര്. തുമ്പയും പറഞ്ഞാണല്ലോ. 4 പേരോ? അപ്പോൾ എലിക്കുട്ടമ്മയുടെ ഇളയ മകനാണ് കേട്ടോ. എലിക്കുട്ടമ്മയുടെ ഇളയ മകനാണ്. എൻ്റെ മകനോ? ആ അതേതാ? ഞാൻ. ആണോ? ആ ആ അങ്ങനെ ഉണ്ടായി? എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അല്ല അമ്മ ചിരിക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടായത് എലിക്കുട്ടിയമ്മയ്ക്കല്ലേ അറിയത്തുള്ളൂ. എനിക്കറിയാവോ എങ്ങനെ ഉണ്ടായെന്ന്? എനിക്കറിയാവോ. എലിക്കുട്ടിയമ്മയ്ക്കല്ലേ അറിയത്തുള്ളൂ. എലിക്കുട്ടിയമ്മയുടെ മകനായിട്ട്. ഇവിടെ ആ ഇവിടെ എലിക്കുട്ടിയമ്മയും എലിക്കുട്ടിയമ്മയുടെ എൻ്റെ ചാച്ചനും വലിച്ചാച്ചനും വല്യമ്മയും
എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ മക്കൾ ഓരോരുത്തരും ഉണ്ടായി. അങ്ങനെ അത് കഴിഞ്ഞപ്പം അവരെല്ലാം പോയപ്പോൾ ഞങ്ങൾ മക്കളും എല്ലാം കൂടെ അങ്ങനെ എലിക്കുട്ടിയമ്മയും മക്കളും എല്ലാവരും താമസിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് ബാക്കിയുള്ള മക്കളൊക്കെ ഒരാളപ്പുറത്തോട്ട് വേറെ പോയി, ഒരാളെ കെട്ടിച്ചു വിട്ടു, ഒരാൾ വിദേശത്ത് പോയി. അതെ, അവിടെ പോയി കഴുകുക. അത് റബ്ബർ ബാൻഡ്, ചുമല കളറ് റബ്ബർ ബാൻഡ് കണ്ടുകൊണ്ടുവന്ന് കിടക്കണം. ഇവിടെ 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 കഴുകു. ഇവിടെ ഇവിടെ അല്ല, അത് അമ്മ ഓടി അങ്ങോട്ട് നേരെ പോകുന്നതേ ഉള്ളൂ. എലിക്കുട്ടിയമ്മയ്ക്ക് കഴിക്കാനുള്ള എടുത്തു. എലിക്കുട്ടിയമ്മ പലൊക്കെ തേച്ച് റെഡിയായിട്ടുണ്ട്. എലിക്കുട്ടിയമ്മയ്ക്ക് ഇപ്പം മക്കളുടെ കാര്യങ്ങളിലൊക്കെ ഓർമ്മക്കുറവ്, മകനാണോ എന്ന് സംശയങ്ങളൊക്കെ, അല്ലെങ്കിലും തിരിച്ചറിയുന്നില്ല നേരത്തെ മുതൽ. അതുകൊണ്ട് അമ്മയുടെ മനസ്സിലുള്ള ഷേപ്പും രൂപവും ഇല്ല. അതാണ് രാവിലെ മൊത്തം ബ്ലൈൻഡ് ആയിട്ടാണ് അമ്മ ആയിട്ട് വന്നിരിക്കുന്നത്. അതാണ് ചോദ്യങ്ങളൊക്കെ. വീടാണോ അതാണോ അതെന്നൊക്കെ ചോദിക്കുന്നത്. പുട്ട് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. ആവി കയറട്ടെ. പുട്ട് അവിടെ ഇരുന്ന് തിന്നിട്ട് പോയാ മതി. ഞാനാണോ? പിള്ളേർ പഠിക്കുക. 2 പേര്. പോരെ? പോരെന്നുള്ള രീതിയിൽ പറഞ്ഞേ. പിന്നെ പുള്ളിക്കാരൻ കെട്ടിയൻ ഇതാണ്ട് ഇതാ, അറിയോ? ഇതാ ഇല്ലേ, ജോമോൻ എന്നാ പേര്. ഞാറുകുളത്തേലെയാ, കുതിരക്കട്ടേലെ ഏലിക്കുട്ടിയുടെ മകൻ ജോമോൻ, അവതക്കൊച്ചിന്റെ. വല്ല പരിചയമുണ്ടോ? പരിചയം വല്ലതും ഉണ്ടോ? താമസം ഇവിടെയാ. അതല്ല ഇവിടെ നിക്കുന്നത്. അമ്മയുണ്ട്, ഏലിക്കുട്ടിയമ്മ. ഏലിക്കുട്ടിയമ്മയുണ്ട്. ആർക്കാ? അതിന് 2 പിള്ളേര്. ഇല്ല, പഠിച്ചോണ്ടിരിക്കുക. വലുതൊക്കെ ആയി, പഠിക്കുക. അതെന്റെ ദൈവമേ, ഇന്നലെ വെള്ളം ഇല്ലായിരുന്നു. വെള്ളം തീർന്നു പോയായിരുന്നു, കറണ്ട് ഇല്ലായിരുന്നു. അപ്പൊ ആ കിണറ്റിൽ പോയി വലിച്ചു കോരിക്കൊണ്ട് വന്ന ആ മഴയത്ത്. അല്ല, വലിച്ചു കോരിക്കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോ കറണ്ട് വന്നു. നല്ല പണിയായിരുന്നു. എലിക്കുട്ടിയമ്മ ഇത് വല്ല അറിഞ്ഞോ? എലിക്കുട്ടിയമ്മ മൊത്തം വെള്ളം ചോന്നതല്ലേ അല്ലേ? എന്നാ പറയാനാ. ഞങ്ങൾ ഇതൊക്കെ ചെയ്യാതിരുന്നിട്ട് ചെയ്യുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ. എന്നാൽ മഴയും കൂടെ, മഴയത്ത് നനഞ്ഞ് ചെയ്ത്. എലിക്കുട്ടിയമ്മ വെള്ളം ചോക്കാതായിട്ട് 10-20 വർഷമായോ? 20 വർഷമായോ? 20 വർഷം കഴിഞ്ഞു. കാരണവന്മാരുണ്ട്. എലിക്കുട്ടിയമ്മയെന്ന് പറഞ്ഞ കാരണവത്തിയുണ്ട്. ഇത് വേറെ ഇല്ല, ഒരെണ്ണം പോരെ. ഒത്തിരി കാരണവന്മാരെ നോക്കാൻ പറ്റുമോ? അവരവരുടെ മാതാപിതാക്കളെ അവരവർ നോക്കട്ടെ. വേറെ വല്ലവരുടെയൊക്കെ പോയി നമുക്ക് നോക്കാൻ പറ്റുമോ? നമുക്കേ നമ്മുടെ അപ്പനെ അമ്മേനെ നമുക്ക് നോക്കാം. ഇല്ലേ? എവിടെ? ഏത് വീട്ടിൽ? അതറിയാം. ഞങ്ങളുടെ വീടെന്ന് പറയുന്ന ഏത് വീടാന്നാ ഞാൻ ചോദിച്ചത്. അരത്ത് പുത്തമ്പരയിലോട്ട് പോയി കാണും. എലിക്കുട്ടിയമ്മ ജൂനിയറാണ്. എലിക്കുട്ടിയമ്മ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. അതാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഇപ്പം എലിക്കുട്ടിയമ്മ ജൂനിയർ മോസ്റ്റായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് എലിക്കുട്ടിയമ്മ ഇതൊക്കെ ചോദിക്കുന്നത്. മക്കളുടെ കാര്യങ്ങളിലോട്ട് എലിക്കുട്ടിയമ്മക്ക് കിട്ടുന്നില്ല. മറന്നു പോകുന്നു പറയുന്നുണ്ട്. എന്നാലും ഒത്തിരി പറയാൻ തുടങ്ങിയിട്ട് എല്ലാവർക്കും മടുപ്പായി കാണും. ഇങ്ങനെയുള്ള ചോദ്യങ്ങളും അതിനുള്ള മറുപടി പറച്ചിലുമാണ് നമ്മുടെ പരിപാടി. അപ്പം അത് കേൾക്കുന്നവർക്ക് അലർജി കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
ഇങ്ങനെയുള്ളവരോടൊക്കെ ഉള്ള ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അത് വീട്ടിലോട്ട് പോകാൻ ആർക്കാ? എനിക്കോ? ഇത് എന്റെ വീടാ, ഞാൻ എവിടെ പോകാനാ? വേറെ ആൾക്കാരുണ്ടോ? ആർക്കാ? എനിക്കോ? അപ്പനും അമ്മയും സഹോദരങ്ങളൊക്കെ ഉണ്ട്. ഉണ്ടോ? കെട്ടിച്ചു വിട്ട് കഴിഞ്ഞപ്പോ കെട്ടി വീട്ടിലല്ലേ നിക്കേണ്ടത്? അല്ലെങ്കിൽ പോയി നിക്കാമായിരുന്നു. അപ്പൊ അമ്മയുണ്ട്. എന്റെ മക്കളൊക്കെ വലുതായോ? പഠിച്ചോണ്ടിരിക്കുക. എത്ര പേരുണ്ട്? 2 പേര്. ഇപ്പൊ എത്ര പ്രാവശ്യം ചോദിച്ചു നോക്കി. അതെ, ഒരു പെണ്ണ് വിവീന, അറിയാവോ? വിവീന. വിവീനാന്ന് കേൾക്കുന്നുണ്ട് പേര്. ആ, നമ്മുടെ മനസ്സിലുള്ള പേരാണ് വിവീന. വിവാൻ. അവള് എത്രയിലാ പഠിക്കുന്നത്? നേഴ്സിങ്ങിനാ. ആണോ? വിവാൻ. അടുത്തത് വിവാൻ, അറിയാവോ? അതത്ര പോരാ. പറഞ്ഞാണല്ലോ ഇന്നലെയൊക്കെ പറഞ്ഞല്ലേ. ഞാൻ ഓരോന്നോർത്തോ നമ്മളിങ്ങനെ പറഞ്ഞ് ഓർമ്മയിൽ വരണം. വീട് പോലും നമ്മളറിയല്ല. ഓർമ്മയിലോട്ട് പറഞ്ഞ് വരുമ്പോൾ വരണം. അപ്പം ഇങ്ങനെ റിപ്പീറ്റേഷൻ ചോദ്യങ്ങൾ ചോദിക്കുക, അതിനുത്തരം നമ്മൾ പറയണം. അവരുടെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ഇത് കേൾക്കുന്ന ചിലർക്ക് ഇത് ഭയങ്കര റിപ്പീറ്റേഷൻ എന്തിനാന്നൊക്കെ ചോദിക്കും ചിലർ. പക്ഷേ അപ്പം രാവിലത്തെ കാപ്പി പുട്ടാണ്. പുട്ട് പൊടിഞ്ഞു പോയോ? രാവിലെ പുട്ട് പൊടിഞ്ഞു പോയല്ലേ എലിക്കുട്ടിയമ്മേ? രാവിലെ പുട്ട് പൊടിഞ്ഞു പോയെന്ന്. അപ്പോൾ എലിക്കുട്ടിയമ്മയുടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പണ്ട് ആദ്യകാലത്തെ ഇങ്ങനെയുള്ള റിപ്പീറ്റേഷൻ ചോദ്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പിന്നെ നമ്മളോട് എപ്പോഴും നിരന്തരം ഇങ്ങനെ സംസാരിച്ചാണ് ഇപ്പോൾ മൈൻഡിൽ നിന്ന് മാറ്റിയെടുക്കുന്നവരൊന്നും. നമ്മൾ പറയുമ്പോഴത്തേനും അത് ഓർമ്മയിലൊക്കെ എത്തിക്കാൻ ശ്രമിക്കുന്നു. ചിലപ്പോൾ അത് ഓർമ്മയിലെത്തുന്നു. ഇപ്പോൾ 4 മക്കളുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർ പേര് ഓർക്കുന്നില്ല. എന്നാലും ചില പേരുകളൊക്കെ ഓർമ്മ വന്നു. അങ്ങനെ നമ്മളിത് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. നിരന്തരം സംസാരിക്കുന്നതനുസരിച്ച് പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഇവർ പിന്നെയും താഴോട്ട് ഓർമ്മ തീരെ അങ്ങ് കുറഞ്ഞു പോകത്തേ ഉള്ളൂ. അപ്പം നമുക്ക് കേൾക്കുന്നവർക്ക് അലർജി പോലെ തോന്നും ഈ റിപ്പീറ്റേഷൻ ചോദ്യങ്ങൾ ചോദിക്കുന്നതും അതിന് മറുപടി പറയുന്നതും. എലിക്കുട്ടിയമ്മ എവിടെയാ താമസിക്കുന്നത് കേട്ടോ? ആ, ഞാറുകുളത്തിരക്കട്ടെ അല്ലേ? എലിക്കുട്ടമ്മനെ കെട്ടിച്ചു വിട്ട വീടേതാ? ഇപ്പം എലിക്കുട്ടമ്മയുടെ മൈൻഡിൽ എലിക്കുട്ടമ്മ കല്യാണം കഴിച്ചായിട്ടില്ല. അപ്പോൾ ആര്യത്തെ പുത്തമ്പരയാണെന്നാണ് പറയുന്നത്. എലിക്കുട്ടമ്മ ജനിച്ച വീടിനെ കുറിച്ചാണ്. അപ്പോൾ എലിക്കുട്ടമ്മനെ കല്യാണം കഴിച്ചതായിട്ടൊന്നും ഇപ്പം മൈൻഡിൽ ഇല്ലെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഞാൻ ഇവിടെയാണോ താമസിക്കുന്നത്, നിങ്ങൾ ഏതൊക്കെയാണ്, നിങ്ങളുടെ വീടാണോ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ കാര്യം. അപ്പം ആര്യത്തെ പുത്തമ്പരയിലാണ് നിൽക്കുന്നതെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് കണ്ടിട്ട് എലിക്കുട്ടമ്മയുടെ ഇതിൽ നിന്ന്. എലിക്കുട്ടിയമ്മേനെ കെട്ടിച്ചിരിക്കുന്നത് എവിടെയാ ചോദിച്ചു നോക്കട്ടെ. എലിക്കുട്ടിയമ്മേനെ അവരുടെന്നറിയാലോ. എലിക്കുട്ടിയമ്മക്ക് രാവിലെ വിശക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എലിക്കുട്ടിയമ്മ ഇതൊന്നും കൂടാതെ വഴക്കൊന്നും കൂടാതെ ഒന്നിരുന്ന് കഴിക്കുന്നതും കേട്ടോ. വീട്ടിൽ നിന്ന് കഴിച്ചോ കേട്ടോ. ഞാൻ പശുവിനൊക്കെ തീറ്റ കൊടുത്തിട്ട് കേട്ടെ. പശുക്കിടാവിനൊക്കെ തീറ്റ കൊടുക്കാൻ പോവാ. അമ്മ വണ്ടിക്കിട്ട് നോക്കിയിരിക്കുക, വഴിയാ പോണവരെ നോക്കി. ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക്